ചേർത്തല നഗരസഭാ പരിധിയിലുള്ള അതിദരിദ്രർക്കുള്ള ഭക്ഷണ കിറ്റ് നഗരസഭാ കൗൺസിലർ തട്ടിയെടുത്തതായി പരാതി. ചേർത്തല നഗരസഭാ കൗൺസിലർ സജുവിനെതിരെയാണ് നഗരസഭയിലും പോലീസിലും പരാതി ലഭിച്ചത്. അതിദരിദ്രരുടെ പട്ടികയിലുള്ള ആനന്ദബോസ് എന്ന വ്യക്തിക്കുള്ള കിറ്റ് കഴിഞ്ഞ 23 മാസമായി വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും ആനന്ദബോസിന് ലഭിച്ചിട്ടില്ല. വിവരങ്ങൾ സുധീഷ് ഗോപാലാണ് നൽകുന്നത്. സുധീഷ്, ഈ കൗൺസിലർ ഈ കിറ്റ് തട്ടിയെടുത്തു എന്നതാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ പറയൂ സുധീഷ്. പരിധിയിലാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നത്. അതായത് അതിദരിദ്രർക്കുള്ള കിറ്റ്, അത് എല്ലാ മാസവും ഭക്ഷ്യ സാധനങ്ങൾ അടങ്ങുന്ന കിറ്റിന് വേണ്ടിയുള്ള കൂപ്പൺ നഗരസഭയിൽ നിന്ന് നൽകും. പലരും തീരെ അവശരായതുകൊണ്ട് തന്നെ കിടപ്പ് രോഗികളായിട്ടുള്ളവർക്കും മറ്റുമാണ് ഈ കിറ്റുകൾ നൽകാറുള്ളതും. അത്തരം സാഹചര്യത്തിൽ ഇത് കൗൺസിലർമാർ തന്നെ നഗരസഭയിൽ നിന്നും ഈ കൂപ്പൺ ഒപ്പിട്ട് വാങ്ങുകയും സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളിൽ നിന്നും സാധനം വാങ്ങി ഇവരുടെ വീടുകളിൽ എത്തിച്ച് നൽകുകയാണ് ചെയ്യാറുള്ളത്. അത്തരം പതിവ് അനുസരിച്ച് തന്നെ ഈ ആനന്ദകുമാറിനുള്ളതും ഇത്തരത്തിൽ നഗരസഭാ കൗൺസിലർ MA സാജു കൈപ്പറ്റിയിരുന്നു. എന്നാൽ ആ കിറ്റ് ആനന്ദകുമാറിന് ലഭിച്ചിരുന്നില്ല. ഇത് സംബന്ധിച്ച് ഇത്തരത്തിൽ വിതരണം ചെയ്ത കിറ്റുകളുമായി ബന്ധപ്പെട്ട ആഭ്യന്തരമായ ഒരു പരിശോധനയുടെ ഭാഗമായി വിവര ശേഖരണത്തിനായി ആനന്ദകുമാറിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് താങ്കൾക്ക് ഇത്തരം ഒരു കിറ്റിന് അർഹത ഉണ്ടായിരുന്നു എന്ന് പോലും ആനന്ദകുമാർ അറിയുന്നത്. തുടർന്ന് പരാതിയുമായി ചേർത്തലയിൽ നഗരസഭയിൽ എത്തുകയും തുടർന്ന് പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ MA സാജു കൂപ്പൺ കൈപ്പറ്റിയിരുന്നു എന്ന് വ്യക്തമാവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ പരാതി ചേർത്തല പോലീസിനും കൈമാറിയിട്ടുണ്ട്. ഈ ആനന്ദകുമാറിന് പുറമെ മറ്റൊരു വനിതയ്ക്ക്, ഒരു വീട്ടമ്മയ്ക്കും ഇത്തരത്തിൽ കിറ്റുള്ളതും തട്ടിയെടുത്തതായാണ് ഇപ്പോൾ പരാതി നിലനിൽക്കുന്നത്. എന്തുതന്നെ ആയാലും പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്നതിന് സമാനമായ ഒരു തട്ടിപ്പ് തന്നെയാണ് ഈ കോൺഗ്രസ് കൗൺസിലറിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകൻ കൂടിയാണ് MA സാജു എന്ന കൗൺസിലർ. ചേർത്തലയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അതിദരിദ്രർക്കുള്ള കിറ്റ് അടിച്ചു മാറ്റിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ കൗൺസിലർ. ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാലാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.